നമസ്കാരം. ഒരു CPM നേതാവിൻ്റെ അനധികൃത വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു യുവാവ് പരാതി നൽകുകയും ഈ പരാതിയുടെ വൈരാഗ്യത്തിൽ ഈ യുവാവിനെ നടുറോഡിൽ വെട്ടി പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരം മുടവൻമുകളാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ മുടവൻമുകൾ മേയർ ആര്യ രാജേന്ദ്രൻ്റെ വാർഡ് കൂടിയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. പരാതി നൽകിയതിൻ്റെ വൈരാഗ്യത്തിൽ അയൽവാസിയെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പൂജപ്പുര മുടവൻമുകൾ സ്വദേശി രാജേഷ് കുമാറിനെതിരെ പൂജപ്പുര പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തുവെങ്കിലും ഈ വധശ്രമത്തിനുള്ള ഒരു വകുപ്പും ഈ FIRൽ ചുമത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. രാജേഷിൻ്റെ അയൽവാസിയായ ഗോപാൽ രാജനാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടിരിക്കുന്നത്. ഇദ്ദേഹം മുൻപ് 2018 ഈ വർഷത്തിലും ഇത്തരത്തിലുള്ള സമാനമായ ആക്രമണം ഇയാളിൽ നിന്ന് നേരിട്ടിട്ടുണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇയാൾ ഈ ആക്രമണത്തിന് ഇരയായ ഈ യുവാവ് നമ്മളോട് പറയുകയും ചെയ്യുന്നു, തനിക്ക് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പേടിയാണ്, ഇനിയും ആക്രമിക്കാൻ സാധ്യതയുണ്ട്, കാരണം അദ്ദേഹം ഒരു ഫാം ഒക്കെ നടത്തുന്നുണ്ട്. ഗോപാലിൻ്റെ സഹോദരൻ പത്മരാജനെ ആക്രമിക്കാനാണ് രാജേഷ് വെട്ടുകത്തിയുമായി എത്തിയത് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നത്. തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഗോപാലിന് വെട്ടേറ്റത്. രാജേഷ് വീട് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് പത്മരാജൻ കോർപ്പറേഷനിലും പോലീസിലും പരാതി നൽകിയിരുന്നു. ഇതാണ് വൈരാഗ്യത്തിന് കാരണമായി മാറിയിരിക്കുന്നത് എന്നതാണ് ഈ യുവാവ് നമ്മളോട് വെളിപ്പെടുത്തുന്നത്. എന്തായാലും ഈ ഒരു ആക്രമിക്കാൻ മുതിരുന്ന ഈ CPM നേതാവ് ആക്രമിക്കാൻ മുതിരുന്ന CCTV ദൃശ്യം മറുനാടന് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. എന്തായാലും ഈ യുവാവ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ഈ ആക്രമിക്കാൻ ശ്രമിച്ചിരിക്കുന്ന CPM നേതാവ് ഈ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ശിങ്കിടിയാണ് എന്നാണ്. കാരണം ഈ മുടവൻമുകൾ എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രൻ്റെ വാർഡ് കൂടിയാണ് എന്നും പറഞ്ഞു വയ്ക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ആക്രമണ പരമ്പരയാണ് ഈ നടു റോഡിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുൻപും സമാനമായ ആക്രമണ രീതികൾ
ഈ സഖാവ് അഴിച്ചു വിട്ടിട്ടുണ്ട് എന്നും ഈ യുവാവ് മറുനാടനോട് വെളിപ്പെടുത്തുകയും ചെയ്തു. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.